ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കിഡിലും ബിരിയാണി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ബിരിയാണി റൈസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്തിട്ട് മസാലയൊക്കെ ആക്കി ദം ചെയ്യുന്നൊരു മെത്തേഡിലല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഒരു ദം ചെയ്യുന്ന പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാതെ ബിരിയാണിയുടെ പ്ലെയിൻ ചോറ് മാത്രമാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കുന്നത്. പക്ഷെ ആ ഒരു ദം ചോറിനേക്കാളും ഇരട്ടി ടേസ്റ്റ് എന്ന് തന്നെ വേണ്ടിക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റ്, അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് മുട്ടയോ ഇറച്ചിയോ മീനോ കോഴിയോ ഒന്നും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഈ ഒരു ചോറ് റെഡിയാക്കാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിരിയാണിയുടെ പ്ലെയിൻ ചോറ് മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിടയിൽ തന്നെ ഒരുപാട് പേര് ഇറച്ചിയും മീനും മുട്ടയൊന്നും കഴിക്കാത്തവരുണ്ടാവില്ല. അവർക്കൊക്കെ പറ്റിയൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റൈസ് റെഡിയാക്കാനായിട്ടുള്ള കുറച്ച് മസാലകളൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗീ മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്തൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ അത്യാവശ്യം മെൽട്ടായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പീസ് അളവിൽ ബേ ലീഫ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ചെറിയ 2 പീസ് പട്ട ചേർത്ത് കൊടുക്കുക. 1 സ്റ്റാർ, അതുപോലെ തന്നെ 5-8 ഗ്രാമ്പു, 2 ഏലക്ക, ഇതൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒട്ടും നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുട്ടയും മീനും ഇറച്ചിയൊന്നും ഇതിൽ ചേർക്കാതെ ഒരു ബിരിയാണി അല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചോറിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാനായിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനും നിങ്ങൾ എത്ര അരിയൊക്കെ ചോറ് വെക്കുന്നോ അതിനനുസരിച്ചിട്ട് സ്റ്റോക്കിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ ഞാൻ ഇത്ര സമയമായിട്ട് ഈ ഒരു മസാലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചേർക്കുന്ന സ്റ്റോക്കിൽ നല്ല ഉപ്പുള്ള സ്റ്റോക്കാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്ര സമയമായിട്ട് ചേർത്തിട്ടില്ല. ഇനി സ്റ്റോക്ക് ചേർത്തിട്ട് മസാലയിലേക്ക് ഫ്ലേവറൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക, അല്ലെങ്കിൽ നോക്കിയിട്ട് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ, അതുപോലെ തന്നെ ഈ സ്റ്റോക്കെല്ലാം ഒന്ന് മെൽട്ടായിട്ട് മസാലയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടുന്ന് വെന്ത് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് അരിയൊക്കെ കഴുകിയിട്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു റൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ജീരകശാല അരി ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബസ്മതി റൈസ് കൊണ്ടൊക്കെ ബിരിയാണി വെക്കുന്നവരാണെങ്കിൽ ബസ്മതി റൈസ് എടുത്തിട്ടും ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തലശ്ശേരിയിൽ പൊതുവേ ഈ ഒരു ജീരകശാല അരി കൊണ്ടാണ് പൊതുവേ ബിരിയാണി വെക്കാറ്. അതുകൊണ്ട് ഞാൻ ഇതിനെ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് തുറന്നു കൊടുക്കാം.
കണ്ടില്ല നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ക്യാപ്സിക്കം ഒന്നും കാണില്ല, കാരണം ഒരു ചെറിയൊരു ഫ്ലേവറിന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ക്യാപ്സിക്കം ഒക്കെ വേവുമ്പോൾ നന്നായിട്ട് വെന്തുടയുമല്ലോ, ക്യാരറ്റ് ചെറുതായിട്ട് കാണുള്ളൂ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടി ഏതാണ്ട് 1 കപ്പിൻ്റെ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയില കുറച്ച് അധികം എടുക്കുക, പുതിനയില അത്രക്ക് വേണ്ട, ഒരു ചെറിയ ഫ്ലേവറിന് മാത്രം മതി. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരുപാട് പൊടികളും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട, കുറച്ച് ഗരം മസാല പൊടി മാത്രം 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊടി മാത്രം മതി കേട്ടോ ഈ ഒരു റൈസിന്. അതുപോലെ തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് കൂടിയുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അരി എടുത്തത് കൊണ്ട് ഞാൻ 6 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ ഒരു കണക്കിനാണ് ഞാനിവിടെ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിലവർ 1.5 കപ്പ് വെള്ളമൊക്കെ എടുത്തിട്ട് ബിരിയാണി വെക്കുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു കേട്ടോ, നിങ്ങളുടെ അരിക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണേ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു റൈസ് വെക്കുമ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ സ്റ്റോക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഇതിൽ ചെറുനാരങ്ങ നീരൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുളിക്കനുസരിച്ചിട്ട് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി എന്തെങ്കിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, സ്റ്റോക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അരി വേവിച്ചെടുക്കാൻ, കാരണം വെള്ളമൊന്നും ഇല്ലാതില്ല, അപ്പോൾ അടിക്ക് പിടിക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് അരി മുഴുവനായിട്ട് വെന്തുന്നവരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ വേവെത്തും. അതുപോലെ തന്നെ എപ്പോഴും മുകൾ ഭാഗം ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ, എങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ചോറ്. അപ്പോൾ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ചേർത്തിട്ടുള്ള ക്യാപ്സിക്കം ഒന്നും കാണില്ല, ചെറുതായിട്ട് ക്യാരറ്റ് മാത്രമല്ലേ കാണുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിരിയാണിനേക്കാളും ഡബിൾ ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ, കാരണം വെറുതെ പറയില്ല, അത്രക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ സിമ്പിളും അല്ലേ ചെയ്യാൻ. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ തന്നെ നമുക്ക് ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ചോറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ കറികളും ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.